അടുത്തത് how the appendix W ആണ് how the conference operates. കോൺഫറൻസ് പ്രവർത്തിക്കുന്ന രീതിയെ കുറിച്ചാണ്. Generally speaking, the General Service Conference follows Robert's Rules of Order and proceeds on as informal a basis as possible, consistent with the rights of all concerned. It is important to remember that the purpose of Rules of Order is to make it easier for the conference to conduct its business. Rules exist to allow the conference to do what it needs to do, carry out the will of the fellowship by reaching an informed group conscience. Over the years, the conference has adopted some exceptions to Robert's rules, which help us to proceed more closely in accordance with the spirit of a tradition. അപ്പൻഡിക്സ് ഡബ്ല്യു പറയുന്നത് കോൺഫറൻസ് പ്രവർത്തിക്കുന്ന രീതിയെക്കുറിച്ചാണ്. പൊതുവായി പറഞ്ഞാൽ ജനറൽ സർവീസ് കോൺഫറൻസ് റോബർട്ട്സ് റൂൾസ് ഓഫ് ഓർഡർ പിന്തുടരുന്നു. അതോടൊപ്പം എല്ലാ ബന്ധപ്പെട്ടവരുടെ അവകാശങ്ങൾ മാനിക്കുന്ന തരത്തിൽ സാധ്യമായത്ര അനൗപചാരികത ഇൻഫോർമൽ രീതിയിലാണ് പ്രവർത്തനം നടത്തുന്നത്. നിയമങ്ങളുടെ പ്രധാന ഉദ്ദേശം കോൺഫറൻസിന് തന്റെ ബിസിനസ് കാര്യങ്ങൾ എളുപ്പത്തിൽ നടത്താൻ സഹായിക്കുകയാണ്. ഈ നിയമങ്ങൾ നിലവിലുണ്ടാകുന്നത് ഫെലോഷിപ്പിന്റെ കൂട്ടായ ബോധം ഗ്രൂപ്പ് കോൺഷ്യസ് അടിസ്ഥാനമാക്കി വിവരസമ്പന്നമായ തീരുമാനങ്ങളിലൂടെ കോൺഫറൻസ് തന്റെ കടമ നിർവഹിക്കാൻ സഹായിക്കാനാണ്. വർഷങ്ങളായി ട്രഡീഷന്റെ ആത്മാവിനോട് കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കാൻ സഹായിക്കുന്നതിനായി കോൺഫറൻസ് റോബർട്ട്സ് റൂൾസിൽ ചില ഒഴിവുകളും എക്സംഷൻസും സ്വീകരിച്ചിട്ടുണ്ട്. കോൺഫറൻസിന്റെ കോറം. കോൺഫറൻസ് കോറം 2/3 of all registered members is required to conduct കോൺഫറൻസ് ബിസിനസ്. കോൺഫറൻസ് ബിസിനസ് നടത്താൻ രജിസ്റ്റർ ചെയ്ത എല്ലാ അംഗങ്ങളുടെയും കുറഞ്ഞത് 2/3 ഹാജരുണ്ടായിരിക്കണം. ഇതാണ് കോൺഫറൻസിന്റെ കോറം. കമ്മിറ്റി സിസ്റ്റം. To the extent possible, important matters to come before the conference will be handled by the committee system. This assures that a large number of questions can be dealt with during conference week. Members are encouraged to trust the process. Each committee has considered carefully the item before it and presents its recommendations to the conference as a whole for acceptance or rejections. Recommendations of conference committee are automatically motions that have been made and seconded. Members are asked to refrain from spontaneously amending the work of the committee. There are no friendly amendments under Robert's rule. കമ്മിറ്റിയുടെ സംവിധാനത്തെ കുറിച്ചാണ്. കമ്മിറ്റി സിസ്റ്റം. സാധ്യമായിടത്തോളം കോൺഫറൻസിൽ പരിഗണിക്കേണ്ട പ്രധാന വിഷയങ്ങൾ കമ്മിറ്റി സംവിധാനം വഴി കൈകാര്യം ചെയ്യപ്പെടും. ഇത് കോൺഫറൻസ് ആഴ്ചയിൽ വളരെ വലിയ എണ്ണം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു. അംഗങ്ങൾ ഈ പ്രക്രിയയിൽ വിശ്വാസം പുലർത്തണമെന്ന് പ്രോത്സാഹിപ്പിക്കുന്നു. ഓരോ കമ്മിറ്റിയും അതിനു മുമ്പുള്ള വിഷയങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് അവരുടെ ശുപാർശകൾ കോൺഫറൻസിന് സമർപ്പിക്കുന്നു. അംഗീകരിക്കാനോ നിരസിക്കാനോ വേണ്ടി അത് സമർപ്പിക്കാം. കോൺഫറൻസ് കമ്മിറ്റികളുടെ ശുപാർശകൾ സ്വാഭാവികമായി ഓട്ടോമാറ്റിക്കലി നിർദ്ദേശങ്ങൾ മോഷൻസ് ആയി കണക്കാക്കപ്പെടുന്നു. അവ മൂവ് ചെയ്യപ്പെട്ടതും സെക്കൻഡ് ചെയ്തതുമായി പരിഗണിക്കപ്പെടുന്നു. കമ്മിറ്റിയുടെ പ്രവർത്തനം സ്വമേധയെ തിരുത്താൻ സ്പോണ്ടേനിയസ്ലി അമെൻഡ് അംഗങ്ങളെ അഭ്യർത്ഥിക്കുന്നില്ല. റോബർട്ട്സ് റൂൾസ് പ്രകാരം ഫ്രണ്ട്ലി അമെൻമെന്റ്സ് അനുവദിക്കുന്നില്ല. സബ്സ്റ്റൻഷ്യൽ അൺഅനിമിറ്റി. ഗൗരവമായ ഭൂരിപക്ഷം. All matters of policy, conference advisory actions require substantial unanimity. That is a 2/3 majority. Any actions including amendments that affect an advisory action or motions that might result in such an action also require a 2/3 majority. Because the number of members present in the hall during the week of conference varies from time to time, the phrase 2/3 majority is taken to mean 2/3 vote of the conference members voting as long as the total vote constitutes a conference quorum. ഗൗരവമായ ഭൂരിപക്ഷം അതിനെക്കുറിച്ചാണ്. സബ്സ്റ്റൻഷ്യൽ അനോണിമിറ്റി. എല്ലാ നയപരമായ കാര്യങ്ങൾക്കും കോൺഫറൻസ് അഡ്വൈസറി ആക്ഷൻസ് ഗൗരവമായ ഏകകണ്ഠത ആവശ്യമാണ്. അതായത് 2/3 ഭൂരിപക്ഷം. ഒരു അഡ്വൈസറി ആക്ഷനെ ബാധിക്കുന്ന എല്ലാ നടപടികൾക്കും അതിൽ വരുന്ന ഭേദഗതികൾക്കും അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് നയിക്കുന്ന നിർദ്ദേശങ്ങൾക്കും 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. കോൺഫറൻസ് സമയത്ത് ഹാളിലുള്ള അംഗങ്ങളുടെ എണ്ണം മാറുന്നതിനാൽ 2/3 മെജോറിറ്റി എന്നത് വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അതേസമയം മൊത്തം വോട്ടുകൾ കോൺഫറൻസ് കോറം നിലനിർത്തുന്നുവെന്ന് ഉറപ്പായിരിക്കണം. അടുത്തത് ന്യൂനപക്ഷ അഭിപ്രായത്തെ കുറിച്ചാണ്. മൈനോറിറ്റി ഒപ്പീനിയൻ. ആഫ്റ്റർ ഈച്ച് വോട്ട് ഓൺ എ മാറ്റർ ഓഫ് പോളിസി, ദ സൈഡ് ദാറ്റ് did not prevail will always be given an opportunity to speak to their positions. If the motion passes with a 2/3 vote, the minority may speak. If the motion receives a majority vote but fails to pass for lack of 2/3 vote, the majority may speak. Remember that the saying minority's opinions are after the vote. When there is
no rebuttal, it is a time waster, or it can force the conference body to reconsider a question that might well have been decided the first time around if it had been thoroughly examined from all sides. ഇപ്പൊ ന്യൂനപക്ഷ അഭിപ്രായത്തെ കുറിച്ചാണ്. ഒരു നയം സംബന്ധിച്ച വോട്ടെടുപ്പിന് ശേഷം വിജയിക്കാത്ത പക്ഷത്തിന് അവരുടെ നിലപാട് അവതരിപ്പിക്കാൻ എപ്പോഴും അവസരം നൽകും. ഒരു നിർദ്ദേശം 3/2 ഭൂരിപക്ഷത്തോടെ പാസ്സായാൽ ന്യൂനപക്ഷത്തിന് സംസാരിക്കാം. ഒരു നിർദ്ദേശം ഭൂരിപക്ഷ വോട്ട് നേടിയിട്ടും 3/2 ലഭിക്കാത്തതിനാൽ പരാജയപ്പെട്ടാൽ അപ്പോൾ ഭൂരിപക്ഷത്തിന് സംസാരിക്കാം. വോട്ട് കഴിഞ്ഞ് മാത്രം ന്യൂനപക്ഷ അഭിപ്രായം സൂക്ഷിക്കുന്നത് സമയനഷ്ടമാണ് എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്നു. കാരണം അങ്ങനെ ചെയ്താൽ കോൺഫറൻസ് ഒരു വിഷയത്തെ വീണ്ടും വീണ്ടും പരിഗണിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഇതെല്ലാ വശങ്ങളും മുൻകൂട്ടി ശരിയായി പരിശോധിച്ചിരുന്നെങ്കിൽ ആദ്യമേ തീരുമാനിക്കാനായിരുന്ന കാര്യമായിരിക്കാം. അടുത്തത് ജനറൽ റൂൾസ് ഓഫ് ഡിബേറ്റ് ആൻഡ് വോട്ടിംഗ്. കോൺഫറൻസിലെ ചർച്ചയും വോട്ടെടുപ്പ് സംബന്ധിച്ച പൊതുവായ നിബന്ധനകൾ. എഗ്രീഡ് ടു അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് കോൺഫറൻസ്. ജനറൽ റൂൾസ് ഓഫ് ഡിബേറ്റ് ആൻഡ് വോട്ടിംഗ്. കോൺഫറൻസിലെ ചർച്ചയും വോട്ടെടുപ്പ് സംബന്ധിച്ച പൊതു നയങ്ങൾ. പീപ്പിൾ ഹു വിഷ് ടു സ്പീക്ക് ലൈൻ അപ്പ് അറ്റ് ദ മൈക്രോഫോൺസ് ആൻഡ് അഡ്രസ് ദെയർ കോമന്റ്സ് ഓൺ ദ ചെയർ. Each person may speak for 2 minutes. No one may speak for a second time on a topic until all who wish to have spoken for the first time. Full discussions of recommendations should take place before each vote. Everyone is entitled to express his or her opinion. However, if your perspective has already been stated by someone else, it is not necessary to go to the microphone and say it again. Our experience is that premature actions such as amending motions early in the discussions or hastily calling the questions can divert attention from the subject at hand, confusing and or delaying conference business. കോൺഫറൻസിലെ ചർച്ചയും വോട്ടെടുപ്പിനെ സംബന്ധിച്ചാണ്. അതിന്റെ പൊതു നിയമങ്ങളെ കുറിച്ചാണ്. ഓരോ കോൺഫറൻസിന്റെയും തുടക്കത്തിൽ അംഗീകരിക്കുന്ന പൊതു നിയമങ്ങളാണിത്. സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ മൈക്രോഫോണുകളിലേക്ക് നിരനിരയായി എത്തി അവരുടെ അഭിപ്രായങ്ങൾ ചെയർമാനോട് അഭിസംബോധന ചെയ്ത് പറയണം. ഓരോ വ്യക്തിക്കും പരമാവധി 2 മിനിറ്റ് സംസാര സമയം അനുവദിക്കുന്നു. ഒരു വിഷയത്തിൽ എല്ലാവരും ആദ്യമായി സംസാരിച്ച് തീരുന്നത് വരെ ആരും രണ്ടാമതൊരു തവണ കൂടി സംസാരിക്കാൻ പാടില്ല. ഓരോ വോട്ടിന് മുമ്പും നിർദ്ദേശത്തെക്കുറിച്ച് പൂർണ്ണമായ ചർച്ച നടക്കണം. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട്. എന്നാൽ നിങ്ങളുടെ അഭിപ്രായം മറ്റൊരാൾ ഇതിനകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കാര്യം വീണ്ടും മൈക്രോഫോണിൽ പറയേണ്ടതില്ല. അനുഭവങ്ങൾ കാണിക്കുന്നത് ചർച്ച ആരംഭിക്കുമ്പോഴോ നിർദ്ദേശങ്ങൾ ഭേദഗതി ചെയ്യുക, അമെൻഡ് മോഷൻസ് ഏർലി, അല്ലെങ്കിൽ വേഗത്തിൽ ക്വസ്റ്റ്യൻ വിളിക്കുക, കോൾ ദ ക്വസ്റ്റ്യൻസ് പോലുള്ള പ്രവൃത്തികൾ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുകയും കോൺഫറൻസ് പ്രവർത്തനത്തിൽ ആശയക്കുഴപ്പത്തിലാക്കുകയോ വൈകിപ്പിക്കുകയോ ചെയ്യുമെന്നാണ്. അടുത്തത് മോഷൻസ് മേഡ് ഡ്യൂറിംഗ് കോൺഫറൻസ്. കോൺഫറൻസിൽ അവതരിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ. Motions made during conference. When making a motion, come to the microphone and address the chair. There are various types of motions we use to help reach an informed group conscience. The specific rules governing each are on the next page. അതായത് കോൺഫറൻസിൽ അവതരിപ്പിക്കുന്ന നിർദ്ദേശങ്ങളെ കുറിച്ചാണ്. ഒരു നിർദ്ദേശം അവതരിപ്പിക്കുമ്പോൾ മൈക്രോഫോണിൽ എത്തി ചെയർമാനോട് അഭിസംബോധന ചെയ്യണം. ബോധപൂർവമായ കൂട്ടബോധം, ഇൻഫോംഡ് ഗ്രൂപ്പ് കോൺഷ്യൻസ് എത്താൻ സഹായിക്കുന്ന വിവിധ തരത്തിലുള്ള മോഷൻസ് നിർദ്ദേശങ്ങൾ ഉപയോഗിക്കുന്നു. അവയുടെ പ്രത്യേക നിയമങ്ങൾ അടുത്ത പേജിൽ വിവരിച്ചിരിക്കുന്നു. ടേബിളിംഗ് എ മോഷൻ. ടേബിളിംഗ് എ മോഷൻ പോസ്റ്റ്പോൺ ഡിസ്കഷൻ ടു എ ലേറ്റർ ടൈം ഡ്യൂറിംഗ് ദ സെയിം കോൺഫറൻസ്. അതായത് ഒരു നിർദ്ദേശം മാറ്റിവെക്കുന്നതിനാണ് ടേബിളിംഗ് ദ മോഷൻ എന്ന് പറയുന്നത്. അനുഭവം ടേബിളിംഗ് ദ മോഷൻ എന്ന് പറഞ്ഞാല് ഒരു നിർദ്ദേശം മാറ്റിവെക്കലാണ്. ഒരു മോഷൻ ടേബിൾ ചെയ്യുന്നത് അതേ കോൺഫറൻസിനുള്ളിൽ തന്നെ പിന്നീട് ഒരു സമയത്തേക്ക് ചർച്ച മാറ്റിവെക്കുന്നതാണ്. വീണ്ടും അടുത്തത് മോഷൻസ് ടു റീകമ്മിറ്റ്. ദ മോഷൻസ് ടു റീകമ്മിറ്റ് returns a motions or proposal to the prospective trustees committee or appropriate corporate board for further consideration. A motion to recommend must be seconded in debatable and can be amended. വീണ്ടും കമ്മിറ്റിയിലേക്ക് അയക്കൽ. മോഷൻ ടു റീകമ്മിറ്റ്. ഒരു മോഷൻ അല്ലെങ്കിൽ നിർദ്ദേശം ബന്ധപ്പെട്ട ട്രസ്റ്റീസ് കമ്മിറ്റി അല്ലെങ്കിൽ അനുയോജ്യമായ കോർപ്പറേറ്റ് ബോർഡിലേക്ക് കൂടുതൽ പരിഗണനയ്ക്കായി തിരികെ അയക്കുന്നതാണ്. സെക്കൻഡഡ് ചെയ്യണം, ചർച്ച ചെയ്യാം, ഡിബേറ്റബിൾ ആക്കാം. സെക്കൻഡഡ് ചെയ്യണം, ചർച്ച ചെയ്യണം, ഭേദഗതി ചെയ്യാം, അമെൻഡബിൾ ആക്കാം.
അടുത്തത് ക്വസ്റ്റ്യൻ വിളിക്കലാണ്. കോളിംഗ് ദ ക്വസ്റ്റ്യൻസ്. കോളിംഗ് ദ ക്വസ്റ്റ്യൻസ് ബ്രിങ്സ് ഡിബേറ്റ് ടു എ ഹാൾട്ട് വൈൽ കോൺഫറൻസ് മെമ്പേഴ്സ് ഡിസൈഡ് വെദർ ഓർ ടു പ്രൊസീഡ് ഡയറക്ട്ലി ടു എ വോട്ട് ഓർ ഗോ ഓൺ വിത്ത് ദ ഡിബേറ്റ്. ഇത് ക്വസ്റ്റ്യൻ വിളിക്കുന്ന വെച്ചാൽ ഇത് ചർച്ച അവസാനിപ്പിച്ച് കോൺഫറൻസ് അംഗങ്ങൾ നേരിട്ട് വോട്ടിലേക്കോ അല്ലെങ്കിൽ ചർച്ച തുടരണമോ എന്ന തീരുമാനിക്കാനുള്ള നടപടിയാണ് ക്വസ്റ്റ്യൻ വിളിക്കൽ എന്നുള്ളത്, കോളിംഗ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്തത് പുനഃപരിശോധിക്കലാണ്, റീകൺസിഡറേഷൻ. A motion to consider a vote may be made only by a member who voted with the prevailing side, but it can be seconded by anyone if the majority votes to reconsider. Full debate pro and cons is resumed. ഒരു വോട്ട് പുനഃപരിശോധിക്കാൻ ഒരു ഒരു നിർദ്ദേശം നൽകാൻ സാധിക്കുന്നത് വിജയിച്ച ഭാഗത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത അംഗത്തിനെ ആയിരിക്കൂ. എന്നാൽ ആരും അതിന് സെക്കൻഡ് ചെയ്യാം. ഭൂരിപക്ഷ അംഗങ്ങൾ പുനഃപരിശോധനയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്താൽ മുഴുവൻ ചർച്ച വീണ്ടും ആരംഭിക്കും, അനുകൂലവും പ്രതികൂലവും ഉൾപ്പെടെ. ഇപ്പൊ ഒരു വോട്ട് പുനഃപരിശോധിക്കാൻ ഒരു മോഷൻ നൽകാൻ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം നൽകാൻ സാധിക്കുന്നത് വിജയിച്ച ഭാഗത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത അംഗത്തിനെ ആയിരിക്കണം. എന്നാൽ അതിനെ സെക്കൻഡ് ചെയ്യുന്നത് ആർക്ക് വേണമെങ്കിലും പിന്തുണ കൊടുക്കാം. അടുത്തത് ഫ്ലോർ ആക്ഷൻസിനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് പോസിബിൾ ഫോർ എ കോൺഫറൻസ് ആക്ഷൻ ടു കം ഫ്രം ദ ഫ്ലോർ ബട്ട് എനി മാറ്റർ that falls within the scope of a conference committee ought first to go through that conference committee so that the topic may receive due considerations. Floor actions may be introduced at any time during the conference except at the sharing sections. Any floor actions regarding a piece of committee business that has not yet been concluded will be considered out of order. When a floor action is to be heard, its maker is given 2 minutes to state the rationale behind the action, after which the chair shall ask if there is a motion that the conference decline to consider the floor action. ഫ്ലോർ ആക്ഷൻസിനെ കുറിച്ചാണ്. കോൺഫറൻസ് നടപടികൾ ഫ്ലോറിൽ നിന്ന് ഡയറക്ട്ലി അവതരിപ്പിക്കാൻ സാധ്യമാണ്. എന്നാൽ കോൺഫറൻസ് കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന വിഷയങ്ങൾ ആദ്യം അത് കമ്മിറ്റിയിലൂടെ തന്നെ പോകണം. അതുവഴി വിഷയത്തിന് സമഗ്രമായ പരിഗണന ലഭിക്കാനാവും. ഫ്ലോർ ആക്ഷനുകൾ കോൺഫറൻസ് സമയത്ത് ഏത് സമയത്തും അവതരിപ്പിക്കാം, എന്നാൽ ഷെയറിംഗ് സെഷനിൽ അല്ല. ഒരു കമ്മിറ്റിയുടെ പ്രവർത്തനം എപ്പോഴും പൂർത്തിയാകാത്ത വിഷയവുമായി ബന്ധപ്പെട്ട ഫ്ലോർ ആക്ഷൻ അവതരിപ്പിച്ചാൽ അത് അസാധുവായി ഔട്ട് ഓഫ് ഓർഡറായി കണക്കാക്കപ്പെടും. ഒരു ഫ്ലോർ ആക്ഷൻ പരിഗണിക്കുമ്പോൾ അതിന്റെ അവതാരകന് 2 മിനിറ്റ് സമയം നൽകും അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കാൻ. അതിനുശേഷം ചെയർ ചോദിക്കും, കോൺഫറൻസ് ഈ ഫ്ലോർ ആക്ഷൻ പരിഗണിക്കാതിരിക്കാൻ ഡിക്ലൈൻ ടു കൺസിഡർ ഒരു മോഷൻ ഉണ്ടോ എന്ന്. അടുത്തത് ഫ്ലോർ ആക്ഷൻസ് പരിഗണിക്കാതിരിക്കുക, ഡിക്ലൈനിങ് ടു കൺസിഡർ എ ഫ്ലോർ ആക്ഷൻ. എ മോഷൻ ടു ഡിക്ലൈൻ ടു കൺസിഡർ ഫ്ലോർ ആക്ഷൻ ഇസ് മെയ്ഡ് വിത്തൗട്ട് കമന്റ്. അതായത് ഫ്ലോർ ആക്ഷൻ പരിഗണിക്കാതിരിക്കുക, ഒരു ഫ്ലോർ ആക്ഷൻ പരിഗണിക്കാതിരിക്കാനുള്ള മോഷൻ അഭിപ്രായമില്ലാതെ വിത്തൗട്ട് കമന്റ് അവതരിപ്പിക്കപ്പെടുന്നു. സമ്മറി ഓഫ് കോൺഫറൻസ് പ്രൊസീജിയർ. റിമെമ്പർ, മോഷൻസ് മസ്റ്റ് ബി മെയ്ഡ് ഇൻ ഓർഡർ ടു ദി മൈക്രോഫോൺ. അഡ്രസ് മോഷൻസ് ടു ദി ചെയർ.